എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബോഡിയിൽ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ടാകുന്നു. ബട്ട് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ? ഇന്ന് നമ്മൾ സെൽ സൈക്കിളും മൈറ്റോസിസും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സെൽ സൈക്കിൾ. എന്താണ് ഈ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്? സെൽ സൈക്കിൾ ഈസ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ എ സെൽ ഗ്രോസ് ആൻഡ് ഡിവൈഡ്സ് ഇൻറ്റു ന്യൂ സെൽസ്. അതായത് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സെല്ല് വളർന്ന് രണ്ട് പുതിയ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സെൽ സൈക്കിളിൽ പ്രധാനമായിട്ടും രണ്ട് ഫേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസും സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? എം ഫേസുമാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കാണാം. ഇത് സെൽ സൈക്കിളിന്റെ ഇമേജ് ആണ്. ഇതിലെ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് ഇന്റർഫേസും ദെൻ പർപ്പിൾ പോർഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസും. ഫസ്റ്റ് വൺ, ഈ ഇന്റർഫേസിൽ നടക്കുന്ന ചേഞ്ചസ് നോക്കിക്കേ. ഇതിൽ 3 ഫേസസ് ഇല്ലേ? G1 ഫേസ്, എസ് ഫേസ്, ദെൻ G2 ഫേസ്. മൈറ്റോസിസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4 ഫേസസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അവിടെ 4 ഘട്ടങ്ങളുണ്ട്. ഇത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഏറ്റവും ലോങ്ങസ്റ്റ് സ്റ്റേജ് ആണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസിൽ സെല്ല് ഗ്രോ ചെയ്യുകയും DNA ഡ്യൂപ്ലിക്കേറ്റ് ആവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് G1, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എസ് ഫേസ്, ദെൻ G2 ഫേസ്. G1 ഫേസിൽ സെൽ എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു. എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നു. G2 ഫേസിൽ പ്രിപ്പറേഷൻ ഫോർ ഡിവിഷന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈറ്റോസിസ് നോക്കാം. മൈറ്റോസിസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഡിവിഷനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ് 2 ഐഡന്റിക്കൽ സെൽസ്. 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈറ്റോസിസ് നമ്മൾ പറഞ്ഞു 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇനി ഈ ഫേസസിൽ എന്തൊക്കെയാണ് ചേഞ്ചസും കാര്യങ്ങളൊന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫേസ്. പ്രോഫേസിൽ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? ബിക്കം വിസിബിൾ ആകുന്നു. ക്രോമസോംസ് വിസിബിൾ ആകുന്നു. ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയറും ആകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം ഈ ക്രോമസോംസ് എന്താകുന്നത്? വിസിബിൾ ആകുന്നത്. ക്രോമസോം ബിക്കം വിസിബിൾ. പ്രോഫേസിൽ ക്രോമസോംസ് എന്ത് ചെയ്യും? വിസിബിൾ ആകും. അടുത്തത് മെറ്റാഫേസിലാണ്. മെറ്റാഫേസിൽ ക്രോമസോം അലൈൻ അറ്റ് ദ സെന്ററിലേക്ക് അലൈൻ ചെയ്യപ്പെടും. ക്രോമസോംസ് ദാണ്ട് ഇവിടെ സെന്ററിലേക്ക് അലൈൻ ചെയ്തത് കാണത്തില്ലേ? ക്രോമസോംസ് മെറ്റാഫേസിൽ എന്ത് ചെയ്യുന്നു? സെന്ററിലേക്ക് അലൈൻ ചെയ്യപ്പെടുന്നു. അടുത്ത ഫേസ് ആണ് അനാഫേസ് എന്ന് പറയുന്നത്. അനാഫേസിൽ ക്രോമസോം മൂവ് ടു ദ ഓപ്പോസിറ്റ് പോൾ. ഓപ്പോസിറ്റ് പോളിലേക്ക് എന്ത് ചെയ്യുന്നു? ക്രോമസോംസ് മൂവ് ചെയ്യുന്നു. ഇവിടെ കാണാം 2 പോളിലേക്ക് ക്രോമസോം മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അനാഫേസിൽ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? മൂവ് ടു ദ ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ഫേസ് ആണ് ടീലോഫേസ് എന്ന് പറയുന്നത്. ടീലോഫേസിൽ അവിടെ എന്ത് ചെയ്യുന്നു? 2 ന്യൂക്ലിയേ ഫോംഡ്. 2 ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ടീലോഫേസിൽ ഫോം ചെയ്തു. ഓക്കെ, ഇത് ഇനി ഈ ഫേസസിലെല്ലാം നടക്കുന്ന ചേഞ്ചസ് ഒറ്റ ഡയഗ്രത്തിൽ കൊടുത്തതാണ്. പ്രോഫേസിൽ നടക്കുന്ന ചേഞ്ചസ് എന്താണ്? പ്രോഫേസിൽ എന്ത് ചെയ്യുന്നു? ഈ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? വിസിബിൾ ആകുന്നു. മെറ്റാഫേസിലാണെന്നുണ്ടെങ്കിൽ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? അലൈൻ അറ്റ് ദ സെന്ററിലേക്ക് അലൈൻ ചെയ്യപ്പെടും. അനാഫേസിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്രോമസോംസ് 2 സൈഡിലേക്ക് പുൾ ചെയ്യപ്പെടും. ടീലോഫേസിൽ എന്ത് ചെയ്യുന്നു? 2 ന്യൂക്ലിയസ് ഫോം ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഈ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ബോഡി ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽസ് ഉണ്ടാകുമ്പോഴാണല്ലേ? നമ്മുടെ ബോഡിയിൽ സെൽസിന്റെ എണ്ണം കൂടുമ്പോഴാണ് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത്. മൈറ്റോസിസ് വഴി പുതിയ സെൽസ് ഉണ്ടാക്കുന്നതിനാൽ ഗ്രോത്തിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂ. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു മുറിവുണ്ടായെന്ന് വെക്കുക. ഈ മുറിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകത്തില്ലേ? അപ്പൊ അവിടെ പുതിയ സെൽസ് വരണ്ടേ? ഈ പുതിയ സെൽസ് മൈറ്റോസിസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ റിപ്പയറിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈറ്റോസിസ്. ദെൻ റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് സെൽസ് ആണ്. അതായത് ഓൾഡ് സെൽസ് ഡൈ ആകുമ്പോൾ അവിടെ പുതിയ സെൽസ് വരണ്ടേ? ഈ പുതിയ സെൽസ് മൈറ്റോസിസ് വഴി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം റീപ്ലേസ്മെന്റിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
മൈറ്റോസിസ്. അപ്പം മൈറ്റോസിസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഗ്രോത്ത്, റിപ്പയർ, റീപ്ലേസ്മെന്റ്. ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് സെൽ സൈക്കിളും മൈറ്റോസിസുമാണ്.